കിക്കിലെ ചാനൽ, യൂട്യൂബിലെ ചാനൽ, ഇൻസ്റ്റാഗ്രാം, എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഡിലീറ്റ് ചെയ്യും. എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇത്ര ഞാൻ പറയാണ്, എന്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഈ അൻവിൻ എന്ന് പറയുന്ന എന്റെ ബിസിനസ് പാർട്ണർ എന്ന് പറയുന്ന അൻവിനെ പറ്റിയുള്ള കാര്യങ്ങളും അലിഗേഷൻസും എല്ലാമായിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും ഒരു കാര്യം പറയാം. എനിക്ക് വന്ന, അതായത് ഇന്നലെ അൻവിനെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് കോണ്ടന്റ് ഇട്ട ഒരാൾ, ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന ആള് എന്നെ ഫോൺ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അലിഗേഷൻ എന്ന് പറയുന്നത് അൻവിനെ എക്സ്പോഷർ കൊടുത്തത് ഞാനാണ്, അതാണ് ഇതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഞാൻ അൻവിനെ ആദ്യമായിട്ടാണ്, ഞാൻ യു കെയിലല്ല താമസിക്കുന്നത്, മനസ്സിലായി? അതായത് ഞാൻ യുണൈറ്റഡ് കിങ്ഡത്തിലല്ല ഞാൻ താമസിക്കുന്നത്, ഞാൻ യുണൈറ്റഡ് കൂടല, അതാണ് എൻ്റെ യു കെ. പത്തനംതിട്ടയിലുള്ള കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് അൻവിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് യു കെയിൽ പോയി തിരക്കാനുള്ള ഒരു ഇതില്ല, സത്യം പറഞ്ഞാൽ. അതായത് എനിക്ക് യു കെയിൽ അൻവിനെ പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും അൻവിനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെയാണ് ഞാനും അൻവിനെ കാണുന്നത്. അതായത് എനിക്കിഷ്ടമുള്ള, എൻ്റെ വീട്ടിൽ കുറേ ഡോഗ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് വണ്ടിയോട് അത്യാവശ്യം ക്രൈസ് ഉണ്ട്, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അൻവിനെ ഞാൻ കണ്ടു. ഈ പറഞ്ഞതുപോലെ എനിക്ക് അൻവിൻ്റെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ അൻവിൻ്റെ അടുത്ത് അത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അങ്ങനെയാണ് ഞാൻ അൻവിനെ കാണുന്നത്, മനസ്സിലായോ? നമ്മൾ ഈ കൊണാത പോഡ്കാസ്റ്റിൽ നോർമലി പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരാൾ നമ്മൾ എന്താ നോർമലി ചെയ്യുന്നത്, സെൻസേഷൻ ആയിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരും. സോ ഇതിലേക്ക് അങ്ങനെ വന്ന ഒരു ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റിന് കാര്യം പറയാൻ വേണ്ടിയിട്ട് അൻവിനെ വിളിക്കുന്ന സമയത്താണ് ഇത്. ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് 2 മാസം ആയതേ ഉള്ളൂ. 2 മാസം ആയിട്ടുള്ളൂ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റിൽ അൻവിൻ വരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ കോൺവെർസേഷനിൽ ഒബ്വിയസ്ലി എൻ്റെ മനസ്സിലുള്ള പ്രൊഫൈൽ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പ്രൊഫൈൽ, അതായത് അൻവിൻ്റെ ലിവിങ് സ്റ്റൈല്, അൻവിൻ്റെ ഡോഗ്സ്, അൻവിൻ്റെ കാർസ് എല്ലാം കണ്ടതുപോലെ ഞാനും കണ്ട ഒരാളാണ്. ഞാൻ പുള്ളി അതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോഡ്കാസ്റ്റിന് പുള്ളി എൻ്റെ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് എങ്ങനെ എൻ്റെ ബിസിനസ് പാർട്ണറായി ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഇതെന്താണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. എൻ്റെ കമ്പനി ഞാൻ ഓൾറെഡി ഫോം ചെയ്തതിന് ബ്രാൻഡിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം, ഞാൻ കഴിഞ്ഞ ലൈവ് പറഞ്ഞായിരുന്നു, അങ്ങേ ലൈവിൽ എനിക്ക് അതിൽ ട്രേഡ് മാർക്ക് കിട്ടിയില്ല. ഞാൻ എല്ലാം തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ തുടങ്ങി, വെബ്സൈറ്റ് എല്ലാം പണിത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് റിജക്റ്റ് ആയപ്പം എനിക്ക് എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു. സോ അൺടിൽ നൗ എൻ്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അൻവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കത്തില്ല. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം. എൻ്റെ അക്കൗണ്ടിലോ, എൻ്റെ പേര്, എൻ്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ, അല്ലെ എൻ്റെ അക്കൗണ്ടിലോ, എൻ്റെ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടിലോ, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിൻ്റെ സൈഡിൽ നിന്ന് ₹1 എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങിപ്പോടുന്നു. പബ്ലിക്കായിട്ട് ഞാൻ പറയാണ്, കോണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം എറണാകുളത്ത് വരെ എൻ്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ മൊത്തം, ഞാൻ പറയുകയാണ്, എൻ്റെ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ അത് ഞാൻ പബ്ലിക്കലി കാണിക്കാം. അതുകൂടെ കാണിച്ചു തുടങ്ങാം. വെറുതെ എനിക്ക് വായ്ത്താളം പറയുവാണെന്ന് ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതെന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇതിന്റെ ഡേറ്റിംഗ് നിങ്ങളൊന്ന് നോക്കണം. 29/11/2025 എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് ഇത്. 29/11/2025 ഇതിലാണ് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഞാൻ എന്റെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ കണ്ടോ, അപ്ലൈ ഫോർ ദ നെയിം അപ്രൂവൽ ഓൾറെഡി ഒബ്റ്റൈൻഡ്. ഇത് മാത്രമാണ് എന്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത്. ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കും? ഞാൻ പറയാണ്, എന്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഈവൻ ഇറ്റ്സ് ആൻ ഇൻകം ടാക്സ്, ഈവൻ ഇറ്റ്സ് എ പോലീസ്, എന്തോ ആയിക്കോട്ടെ. ഞാൻ പബ്ലിക്കലി പറയുക, ഞാൻ അതിന് റെഡിയാ. ആൻഡ് നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തന്നെ എന്താണെന്ന് പറയാൻ, 29/11/2025 രജിസ്ട്രേഷൻ തുടങ്ങിയ ഒരു കമ്പനിയുടെ മിനിമം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം, മിനിമം 15 ദിവസം വേണം കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് വേണം GST എടുക്കാൻ, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ. ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ? അല്ല, അൻവിൻ എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് അറിയേണ്ട കാര്യം അതാ. ഇതുവരെ ഞാൻ എപ്പോഴും പറയല, 5 പൈസ പോലും ഞാൻ എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ടില്ല. കാരണം ഞങ്ങളുടെ കമ്പനി ഫോർമേഷൻ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇൻകോർപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് അൻവിൻ എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും സ്കാംസ് വെളിയിൽ വരുവാണ്, നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ സ്ട്രേറ്റ് അപ് ടു നിങ്ങളുടെ പറയാം, എന്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ പുള്ളി ഒഴിവാക്കും. ഞാൻ ഒന്നുകൂടി പറയുവാണ്, അൻവിന്റെ സൈഡിൽ നിന്നോ, അൻവിന്റെ കമ്പനി എന്തിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ₹1 ഞാൻ എന്റെ കൈകൊണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു പ്രൂഫ്, എന്റെ ബാങ്ക് അക്കൗണ്ട്സ് മൊത്തം ഞാൻ തരാം, എല്ലാം തരാം. ഈ കിക്കിലെ ചാനൽ, യൂട്യൂബിലെ ചാനൽ, ഇൻസ്റ്റാഗ്രാം, എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഡിലീറ്റ് ചെയ്യും. ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ പറയണം, എന്റെ സോഷ്യൽ മീഡിയ ₹1 ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അൻവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഈ കണ്ടന്റ് ഇട്ട് എല്ലാവരും തെളിയിക്കണം, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തെളിയിച്ചില്ലെങ്കിൽ ഈ കോണ്ടന്റ് ഇട്ട കുറച്ച് ആൾക്കാർ, എന്റെ ഫോട്ടോയും എന്റെ തലയും വെച്ച് ഇട്ട കോണ്ടന്റ് ഇട്ട ഇവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുടെ എല്ലാം വീട്ടിൽ ഞാൻ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. യു ഹാവ് ടു പ്രൂവ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം.